ഹലോ നമസ്കാരം, ടാക്സിക്കാരൻ ബോസിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മനോഹരമായ കുവൈറ്റിലെ ഒരു മനോഹരമായ കാഴ്ചയാണ്. മനോഹര കാഴ്ച എന്ന് പറഞ്ഞാൽ ലോക അതിശയങ്ങളിൽ, ലോക അത്ഭുതങ്ങളിൽ എന്നൊക്കെ പറയാം. അത്ഭുതങ്ങളിൽ ഒന്നായ കുവൈറ്റ് ടവറാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. കുവൈറ്റ് ടവറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 1979 ഇത് നിർമ്മിച്ചത്. ഇത് സ്വീഡൻ ആണ് നിർമ്മിച്ചത്. സ്വീഡനിലുള്ള ഡിസൈനിങ് ആണ് ഈ രണ്ട് ടവർ ഇങ്ങനെ ചെയ്തേക്കുന്ന സ്വീഡനാണ്. അപ്പോൾ അതുപോലെ തന്നെ 1979 നിർമ്മിച്ച ശേഷം കുറച്ചു കാലം ഇത് അടച്ചിട്ടിരുന്നു. അതിനുശേഷം ഇവിടെ നമ്മുടെ കുവൈറ്റിലെ ഒരു ആഘോഷ ദിവസം വീണ്ടും മെയിൻ്റെനൻസ് ചെയ്ത് തുറന്നു കൊടുക്കുകയും ഇത് ഓപ്പൺ ചെയ്ത് കൊടുത്ത് എല്ലാവർക്കും കാണാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു. അപ്പോൾ അതോടൊപ്പം തന്നെ ഇതിനകത്ത് റെസ്റ്റോറൻറ്റ്, ഇതിൻ്റെ മുകളിൽ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ താഴെ ഭാഗത്തൊക്കെ റെസ്റ്റോറൻറ്റുകളുണ്ട്. ഇവിടെയൊക്കെ റെസ്റ്റോറൻറ്റുകൾ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ ബൈനോക്കുലർ വെച്ചിട്ടുണ്ട്. നമുക്ക് അതിനകത്ത് ദൂരെ കാഴ്ചകളൊക്കെ കാണാൻ കഴിയുന്ന രീതിയിൽ ബൈനോക്കുലർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇതിനകത്ത് പിന്നെ വേറെ ഒന്നുമില്ല, നമ്മൾ കയറി കഴിഞ്ഞാൽ നല്ല രസമാണ്. കാരണം കുവൈറ്റ് കംപ്ലീറ്റ്ലി ഭാഗം എല്ലാം നമുക്ക് കാണാൻ കഴിയും. കുവൈറ്റിൻ്റെ എല്ലാ ഭാഗത്തും നമുക്ക് കാണാൻ കഴിയുന്ന ഒരു മനോഹരമായ ദൃശ്യങ്ങൾ നമ്മൾ സൺലൈറ്റൊക്കെ അടിപൊളിയായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം മുകളിൽ പോയിട്ട്. അതോടൊപ്പം തന്നെ ഒരുപാട് വിനോദസഞ്ചാരികൾ ഇപ്പം വിനോദ മേഖലയ്ക്ക് തന്നെ വളരെ അധികം ഊന്നൽ നൽകുന്ന ഒരു രാജ്യമാണ് കുവൈറ്റ്. കുവൈറ്റിൽ ഇപ്പം സാധാരണ ഇപ്പം നമ്മൾ പറഞ്ഞ എണ്ണ വിലയൊക്കെ കൂടുതലിനൊക്കെ വില കുറഞ്ഞുകൊണ്ട് ഇനിയിപ്പം ഇതുപോലുള്ള വിനോദസഞ്ചാര മേഖലയ്ക്കും അതുപോലെ ടൂറിസത്തിന് വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് കുവൈറ്റൊക്കെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ എല്ലാ രാജ്യങ്ങളും കുവൈറ്റ് അതുപോലെ ഖത്തർ പെട്രോളിയം ഉൽപ്പന്നം കിട്ടുന്ന എല്ലാ രാജ്യങ്ങളിലും ഇപ്പോൾ ടൂറിസം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുവൈറ്റിലും വളരെ മനോഹരമായി തന്നെ ടൂറിസം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മെട്രോ ഒക്കെ വരാൻ പോകുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വളരെ റോഡുകളൊക്കെ നവീകരിച്ചു, റോഡുകളൊക്കെ വളരെ പാലങ്ങൾ, അതുപോലെ തന്നെ പല പുതിയ റെസ്റ്റോറൻറ്റ്, അങ്ങനെ നല്ല രീതിയിൽ കുവൈറ്റിന് വലിയ രീതിയിലുള്ള ഒരു മാറ്റം ഉണ്ടാകുന്ന രീതിയിലുള്ള വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കുവൈറ്റിൽ. അപ്പോൾ അപ്പം കൂടുതലൊന്നും പറയുന്നത് നമുക്ക് ഈ ടവറിൻ്റെ ഉള്ളിലെ വിശേഷങ്ങൾ കാണാം. മേളിൽ പോയിട്ട് ടവറിൻ്റെ കുറച്ച് സീനറീസ് കണ്ടിട്ട് ശേഷം നമുക്ക് തിരിച്ചിറങ്ങി വരാം. വന്നതിന് ശേഷം നമുക്കിതിൻ്റെ അടിയിൽ കുറേ സംഭവം കൊണ്ട് കാണാൻ കേട്ടോ. ഇവിടെയൊക്കെ നല്ല രസമുള്ള സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് ഒരു ടവറേ ഇപ്പം ഓപ്പൺ ആയിട്ടുള്ളൂ. അതോടൊപ്പം തന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇതിനകത്ത് കയറുന്നതിന് കുവൈറ്റിലെ അവധി ദിവസം അല്ലാത്ത ദിവസങ്ങൾ കാരണം ഒരു ദിനാറാണ്. അല്ലാത്ത ദിവസം പൊതു അവധി ദിവസങ്ങളിൽ കുവൈറ്റിൽ 1 ദിനാറാണ്. പക്ഷേ അല്ലാത്ത ദിവസങ്ങളൊക്കെ നമ്മൾ 3 ദിനാറാണ് ഒരാൾക്ക് വേണ്ടത്. 3 ദിനാർ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് 1.5 ദിനാർ, നേരെ പകുതി. അപ്പോൾ 3 ദിനാർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ മുകളിൽ പോയി എത്ര മണിക്കൂർ വേണമെങ്കിലും നമുക്ക് അതിനകത്ത് സ്പെൻഡ് ചെയ്യാം, നോ പ്രോബ്ലം. അപ്പോൾ അതാണ് കാഴ്ചകൾ. അപ്പോൾ നമുക്ക് തീർച്ചയായും നമ്മൾ കാഴ്ചകൾ കാണാം. കാഴ്ച കണ്ടിട്ട് തിരിച്ചു വരാം. ഓക്കെ. ഇതാണ് നമ്മൾ ടവറിനുള്ളിൽ കയറുന്ന പാസ് എടുക്കുന്ന സ്ഥലം. ഇവിടെ നിന്ന് പാസ് എടുത്തതിന് ശേഷമാണ് നമ്മൾ ടവറിനുള്ളിൽ കയറുന്നത്. ടിക്കറ്റ് കൗണ്ടറിന് അടുത്തായി തന്നെ ഒരു ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്. ഈ ബോർഡിൽ എല്ലാ വിവരങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. രാവിലെ 8 മണി മുതൽ രാത്രി 11 മണി വരെയാണ് സമയം, ഇതിനുള്ള സന്ദർശന സമയം. അതോടൊപ്പം തന്നെ എല്ലാ ചൊവ്വാഴ്ചയും ഓഫായിരിക്കും. എല്ലാ ചൊവ്വാഴ്ചയും ഇതിനുള്ളിൽ പ്രവേശനമില്ല. അതോടൊപ്പം തന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് സമയം, അതുപോലെ ലഞ്ച് സമയം, ഡിന്നർ സമയം, ഇതൊക്കെ ഒഴിവാക്കിയുള്ള സമയത്ത് നമുക്ക് ഇതിനുള്ളിൽ പ്രവേശിക്കാവുന്നതാണ്. ടവറിൻ്റെ താഴെ മനോഹരമായ ഒരു വ്യൂ ആണ് കേട്ടോ. അവിടെ നല്ലൊരു അടിപൊളി ബീച്ചൊക്കെ ഉണ്ട്. അടിപൊളിയാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതാണ് ഇതിൻ്റെ എൻട്രൻസ്. ഇവിടെ നിന്നാണ് നമ്മൾ ഇതിൻ്റെ ബിൽഡിങ്ങിൻ്റെ മുകളിലേക്ക് കയറുന്നത്. അങ്ങനെ സുഹൃത്തുക്കൾ, നമ്മൾ ടവറിൻ്റെ മുകളിൽ കയറാൻ വേണ്ടി ലിഫ്റ്റ് കയറിയിരിക്കുകയാണ്. 120 നിലയാണ് ഇതിൻ്റെ ഉയരം. നല്ല ഫാസ്റ്റായിട്ടാണ് ലിഫ്റ്റ് പോകുന്നത്. ചെവിയൊക്കെ അടയ്ക്കുന്നു കേട്ടോ. ആഹാ, ലിഫ്റ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാണുന്ന കാഴ്ച വളരെ മനോഹരമാണ്. ഒന്നും പറയാനില്ല. കാരണം അത്ര ഭംഗിയായിട്ടാണ് ഇതിനുള്ളിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. ആ ഗ്ലാസ് ക്യൂബിനകത്തൂടെ നമുക്ക് കുവൈറ്റിൻ്റെ എല്ലാ ഭാഗങ്ങളും കാണാൻ കഴിയുന്നു. ഈ കാണുന്ന ഇതിനുള്ളിൽ ഒരു കോഫി ഷോപ്പാണ്. ഇത് വലിയ വിലയൊന്നുമില്ല സാധനങ്ങൾക്ക്. എന്നാലും നമുക്ക് ചെറിയ 50 ഫിൽസ് 100 ഫിൽസൊക്കെ അധികം കൊടുക്കണ്ടോ. സംഭവം നല്ല അടിപൊളി കോഫി കിട്ടും, നല്ല ഫുഡ് കിട്ടും, അത്യാവശ്യം എല്ലാം അവിടെ ഇരുന്ന്. പക്ഷേ ഇതിൻ്റെ രസം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ടേബിളിൽ ഇരുന്ന് കഴിക്കുമ്പോഴും ഇതൊരു റൗണ്ട് ചെയ്യുന്നൊരു സാധനമാണ്. ഈ ഗോളം ഇങ്ങനെ ഈ ഗ്ലാസ് ക്യൂബ് ഇങ്ങനെ റൗണ്ട് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് സൈഡിലുള്ള കാഴ്ചകളെല്ലാം കണ്ടു ഒരു റൗണ്ട് കറങ്ങി വരാം. അത്രയും സമയം നമുക്ക് എടുത്താലും നല്ല രസമാണിത്. ഇപ്പോൾ പോകുന്നവരാരും മിസ് ചെയ്യണ്ട, ഒരു കോഫി അവിടെ നിന്ന് കഴിച്ചു നോക്കെ. നല്ല രസമാണ് കേട്ടോ. നമുക്ക് കാഴ്ചകളൊക്കെ കണ്ട് കറങ്ങി വരാൻ പറ്റും.
ഹലോ. എന്താണ് പേര്? എന്റെ പേര് ഏബൽ ജോൺ തോമസ്. എവിടെയാണ് നാട്ടില്? ചിറ്റ. അപ്പൊ എത്ര വയസ്സുണ്ട്? 7 വയസ്സ്. 7 വയസ്സ്. എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 3ാം ക്ലാസ്സിൽ. 3ാം ക്ലാസ്സിൽ. വെരി ഗുഡ്, അടിപൊളി. അപ്പം മലയാളി പൊളിയാണോ? മലയാളി പൊളിയാ. ഇവിടെ എത്ര വർഷം വന്നിട്ട്? അപ്പൊ നമ്മള് കുവൈറ്റ് ടവർ ഇങ്ങനെ കണ്ടു. അപ്പം നമ്മുടെ ഇവിടെയൊക്കെ ഫാമിലി, മലയാളീസ് ഫാമിലിയൊക്കെ ഇഷ്ടം പോലെ വരുന്നുണ്ട്, ഇപ്പോൾ ഇത് കാണാൻ വേണ്ടി വരുന്നുണ്ട്. അപ്പം ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു കൗതുകമാണ് ഇത് കാണുന്നത്. കാരണം ഇവിടെ നല്ല വ്യൂ ആണ്. ഇവിടുത്തെ നല്ല വ്യൂ എന്ന് പറഞ്ഞാൽ മനോഹരമായ വ്യൂ ആണ്. വ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളി വ്യൂ ആണ്. ഇവിടെ ഇഷ്ടംപോലെ ഈവനിങ് സമയത്ത് നല്ല തിരക്കാണ്. പക്ഷേ എങ്കിലും പിന്നെ സംഭവം കിടുക്കാച്ചായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ മച്ചാനെ പോലെയുള്ള പോകണോ? ആണോ? കഴിഞ്ഞോ പരിപാടിയൊക്കെ? ആണോ? മച്ചാനെ പോലെയുള്ള നമ്മൾ കൂടെ തന്നെ നിൽക്കുമോ? അപ്പോൾ സുഹൃത്തുക്കളെ, മനോഹരമായ പുതിയ കാഴ്ചകളുമായിട്ട് നമുക്ക് വീണ്ടും വരാം. അടിപൊളിയായിട്ട് അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ 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 ബൈ.